ഹായ് ഹലോ ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചാനലിൽ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് എറൗണ്ട് ഒരു 1 മന്ത് ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോയ്ക്ക് നല്ല രീതിയിൽ വ്യൂസൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമ്മുടെ വീഡിയോസൊക്കെ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നവരോട് നമ്മൾ ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ്. നമ്മുടെ വീഡിയോയിൽ നമ്മളിന്ന് ഉൾപ്പെടുത്തിയേക്കുന്നത് കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ റീപോർട്ടിംഗ് ആണ്. ഒരു 5 മന്ത്സായി നമ്മൾ ബേബി പ്ലാന്റ് ആയിട്ട് മേടിച്ച് വെച്ച കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സ് ആണ്. അതായത് റെയർ വെറൈറ്റി അഗ്ലോണിമാസ് ഉണ്ട്, എല്ലായിടത്തും കോമൺ അല്ലാത്ത കുറച്ച് അധികം അഗ്ലോണിമ വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ നമ്മളൊന്ന് റീപോർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ റീപോർട്ടിംഗ് ആണ്. അപ്പോൾ നമുക്ക് റീപോർട്ട് ചെയ്താലോ. ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ചധികം പ്ലാന്റ്സ് നമ്മൾ ഈ ബോട്ടിൽ മുറിച്ചിട്ടാണ് നട്ടു വെച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് നമ്മുടെ കയ്യിൽ പോട്ടുകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതൊക്കെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കതിൻ്റെ പോട്ടിങ്ങിലേക്ക് വരാം. അപ്പോൾ പോട്ടിങ്ങിന് ആദ്യമായിട്ട് ആവശ്യമുള്ളത് നമുക്ക് കൊക്കോപിറ്റാണ്. കൊക്കോപിറ്റ് നമ്മൾ പോട്ടിംഗ് മിക്സിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പോട്ടിലെ മോയ്സ്ചർ കണ്ടൻറ്റ് നിലനിർത്താൻ അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പെർലൈറ്റ് ഒക്കെ ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കോക്കനട്ട് ഹസ്ക് വെച്ചിട്ടാണ് കൊക്കോപിറ്റ് നമുക്ക് വീട്ടിലും ചെയ്തെടുക്കാവുന്നതാണ്. കൊക്കോപിറ്റ് നമുക്കറിയാം അഗ്ലോണിമ പ്ലാന്റ്സിനൊക്കെ വളരെയധികം കുറച്ച് വാട്ടറിങ് ആവശ്യമുള്ളൂ. നമ്മളിപ്പോൾ ഒരു 1 ടൈം വാട്ടറിങ് ചെയ്താൽ അതൊരു 2-3 ദിവസത്തേക്ക് നല്ല മോയ്സ്ചറോട് കൂടി നല്ല വെറ്റായിട്ടിരിക്കും മണ്ണൊക്കെ. അപ്പോൾ നമ്മളിതിൽ സാധാ സോയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൊക്കോപിറ്റിലേക്ക്. നമുക്ക് കുറച്ചധികം പ്ലാന്റ്സ് പോട്ട് ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ മണ്ണെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പ്രത്യേകിച്ച് വളമുള്ള മണ്ണൊന്നുമല്ല, നമ്മൾ മണ്ണെടുത്ത സ്ഥലത്തു നിന്ന് കുറച്ച് മണ്ണെടുത്തതാണ്. നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. പോട്ടിംഗ് മിക്സായിട്ട് നമ്മൾ കൊക്കോപിറ്റും മണ്ണും അതുപോലെ ഇതിൽ നമ്മൾ മണലും യൂസ് ചെയ്യുന്നുണ്ട്. അഗ്ലോണിമ പ്ലാന്റ്സിന് പൊതുവേ നമ്മൾ വാട്ടറിംഗ് ഒക്കെ കുറച്ചേ ചെയ്യാറുള്ളൂ. ഒരു 3 or 4 ഡേയ്സ് കൂടുമ്പോൾ മാത്രമേ നമ്മൾ വാട്ടറിംഗ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ മണൽ യൂസ് ചെയ്യുമ്പോൾ അതിലെ വാട്ടർ കണ്ടൻറ്റ് നല്ല രീതിയിൽ നിലനിർത്താൻ മണൽ നന്നായിട്ട് സഹായിക്കും. നമ്മുടെ വീഡിയോ ശ്രദ്ധിച്ചാലും മനസ്സിലാവും, കുട്ടികൾ എനിക്ക് റീപോർട്ട് ചെയ്യാൻ നേരം മണലും മണ്ണൊക്കെ എടുത്ത് തന്നെ ഹെൽപ്പ് ചെയ്ത് തന്നു. അവരിലൊരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ കൂടെ ഇതിന് കൂട്ടിയത്. അവരും അവരുടെ ഫ്രണ്ട്സൊക്കെ എനിക്ക് മണ്ണും മണലും ഒക്കെ എടുത്ത് തരാൻ നല്ല രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് എനിക്ക് റീപോർട്ടിംഗ് വളരെയധികം ഈസി ആയിരുന്നു. നമ്മളിപ്പോൾ ഇതിൽ കൊക്കോപിറ്റും മണ്ണും മണലും ഒരേ പ്രൊപ്പോർഷനിൽ തന്നെയാണ് എടുത്തേക്കുന്നത്. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അതായത് മണ്ണ് ഈ ഒരു പരുവത്തിൽ നമ്മൾ ആ മണ്ണിലുണ്ടായിരുന്ന കുറച്ച് വേരുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ നീക്കം ചെയ്തു. അതുപോലെ വലിയ വലിയ കല്ലുകൾ കാര്യങ്ങളൊക്കെ നീക്കം ചെയ്ത് നല്ലൊരു പ്രൊപ്പോർഷനിൽ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് മണ്ണാവേണ്ടത്. എല്ലാം ഒരേ പ്രൊപ്പോർഷനിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മണ്ണാണ്. അപ്പോൾ നമ്മൾ കൈകൊണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ വലിയ വലിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യണം. അതുപോലെ മണ്ണെടുത്ത സ്ഥലത്ത് കുറച്ച് വേരുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ നീക്കം ചെയ്തു. ഇനി നമുക്ക് പ്ലാന്റ്സ് ഓരോന്നായിട്ട് റീപോർട്ട് ചെയ്യാം. പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ റൂട്ടും കാര്യങ്ങളും അതിൻ്റെ ഗ്രോത്തൊക്കെ നമുക്ക് ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഗ്രോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു ബേബി പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ അത് ഗ്രോ ചെയ്യുന്നുണ്ടോ അതോ ചീഞ്ഞ് പോയോ എന്നൊക്കെ അറിയണമെങ്കിൽ ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇതിൽ വെച്ചാൽ വളരെയധികം യൂസ്ഫുള്ളായിരിക്കും. നമുക്ക് റൂട്ടിൻ്റെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ സ്റ്റേജിലും അനലൈസ് ചെയ്യാൻ പറ്റും. ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ വെക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണമാണത്. നമുക്ക് ഈ ഒരു പ്ലാന്റ് വന്നിട്ട് നല്ല രീതിയിൽ അതിൻ്റെ റൂട്ട് പിടിച്ചിട്ടുണ്ട്. ഇതെന്തായാലും ഓൾറെഡി റീപോർട്ട് ചെയ്യേണ്ട ടൈം കഴിഞ്ഞ ഒരു പ്ലാന്റാണ്. നമ്മൾ വാങ്ങിച്ചിട്ട് ഒരു 5 മന്ത്സ് ഗ്രോത്ത് ഇതിനുണ്ട്. ഇത് വന്നിട്ട് 24 ക്യാരറ്റിൻ്റെ ഒരു പ്ലാന്റാണ്. ലീഫ് നിൽക്കുന്നതിൻ്റെ തൊട്ട് മോൾ ഭാഗം വരെയാണ് നമ്മൾ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അത്രയും മണ്ണ് മതിയാവും. ശേഷം ഇതിൻ്റെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം നമ്മൾ മണ്ണ് ബാക്കി ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാവും. ചട്ടിയിൽ നമ്മൾ നട്ട് കഴിഞ്ഞപ്പോൾ വളരെ ചെറിയ പ്ലാന്റ് പോലെയാണ്. നമ്മളിത് ഓൾറെഡി വാങ്ങിച്ചിട്ട് ഒരു 5 മന്ത്സ് ഗ്രോത്ത് ഉണ്ട്. അഗ്ലോണിമ പ്ലാന്റ്സ് പൊതുവേ സ്ലോ ഗ്രോത്ത് ആയതുകൊണ്ട് തന്നെ ഇതിനധികം വളർച്ചയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഓൾറെഡി ഇത് ചെറിയൊരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഇതിലാണ് ഇരുന്നത്. ഇപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് മാറ്റിയപ്പോൾ കുറച്ചുകൂടെ ഗ്രോത്തൊക്കെ ഉണ്ടാവും. എന്നാലും ഒരു സ്ലോ ഗ്രോത്ത് ഉള്ള പ്ലാന്റാണ് അഗ്ലോണിമ പ്ലാന്റ്സ് പൊതുവേ. ഈ ഒരു പ്ലാന്റ് വന്നിട്ട് റൊട്ടാണ്ടം ടൈഗറാണ്. അതിനും അത്യാവശ്യം റൂട്ടും കാര്യങ്ങളും പുതിയൊരു ഷൂട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതും റീപോർട്ട് ചെയ്യാൻ പോവുകയാണ്. സെയിം പോട്ടിംഗ് മിക്സാണ് നമ്മൾ ഇതിലും യൂസ് ചെയ്തേക്കുന്നത്. ട്രാൻസ്പെറൻറ്റ് ബോട്ടിലായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇതിന് ബേബി ഷൂട്ട് വന്നതും അതുപോലെ പുതിയ ഷൂട്ടുകളൊക്കെ വേറെയും വരുന്നുണ്ട്.
ഇത് ഇപ്പോൾ ചെറുതായിട്ടും ഒരു പുതിയ ഷൂട്ട് ഉണ്ടായി. അപ്പം നമ്മൾ ഇതിനെയും റീപോർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മളെല്ലാ പ്ലാന്റ്സും പോട്ട് ചെയ്യുന്നത് വീഡിയോയിൽ കാണിക്കുന്നില്ല. ഈ ഒരു ടൈപ്പ് പോട്ടാണ് നമ്മൾ മേടിച്ച് വെച്ചേക്കുന്നത്. വീഡിയോ ഒരുപാട് ലാഗ് ആവുന്നതുകൊണ്ടാണ്. എക്സസ് ആയിട്ടുള്ള വെള്ളം പോകാനുള്ള ഹോളിൽ നമ്മൾ 2-3 ടൈലിൻ്റെ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. മണ്ണ് വന്ന് ഈ ഹോള് മൂടിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അഗ്ലോണിമ പ്ലാന്റ്സ് വെക്കുന്ന പോട്ടിൽ പ്രത്യേകിച്ച് വെള്ളം തങ്ങി നിൽക്കാൻ പാടില്ല. ശേഷമാണ് നമ്മൾ മണ്ണൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തത്. മഡിൻ്റെ പോട്ടാണ് നമ്മൾ വാങ്ങാനിരുന്നത്. പക്ഷേ ഷോപ്പില്ലാത്തതിനാൽ നമ്മൾ പ്ലാസ്റ്റിക് പോട്ട് വാങ്ങിച്ചു. റേറ്റ് ഏതാണ്ട് സെയിമാണ് ആയത്. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് പോട്ട് മേടിച്ച് വെച്ചിട്ടാണ് ഇതെല്ലാം റീപോർട്ട് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് പോട്ടും അത്യാവശ്യം ഈട് നിൽക്കുന്നതാണ്. ഒരുപാട് പെട്ടെന്നൊന്നും പോകത്തില്ല. എന്നാലും നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് മഡിൻ്റെ പോട്ട് തന്നെയാണ്. പ്ലാന്റ്സ് റീപോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ എനിക്കിന്ന് സിസിൻ്റെ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ ഹെൽപ്പൊക്കെ ചെയ്തു അവർ. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ റീപോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വെറൈറ്റി ഓഫ് അഗ്ലോണിമാസ് നമ്മൾ ഈ ഒരു രീതിയിൽ പോട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു രീതിയിലാണ് നമ്മൾ റീപോർട്ട് ചെയ്ത് വെച്ചത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പോൾ നമ്മൾ ട്രൈ കളർ അഗ്ലോണിമയും 24 ക്യാരറ്റും 10 ക്യാരറ്റൊക്കെ നമ്മൾ മഡിൻ്റെ പോട്ടിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. ബാക്കി കുറച്ച് പ്ലാന്റ്സ് നമ്മൾ ഇങ്ങനെ പ്ലാസ്റ്റിക് പോട്ടിലും ആക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്